എന്താണ്? യെസ്, നമ്മളിതാ കാത്തിരുന്ന നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ആണ് നാളെ അല്ലെ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് മിസ്സിന് അറിയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ്, താപം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്തുനിന്ന് ഒരു 10ഓളം മാർക്ക് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ടാണ്. മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. മോഡൽ ക്വസ്റ്റ്യൻസ്, വളരെ പ്രധാനപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. യെസ്, നമ്മുടെ സന്തോഷും ഫാമിലിയും എന്ത് ചെയ്തിരിക്കുകയാണ്? കടൽ തീരത്തെത്തിയിരിക്കുകയാണ്. പകൽ സമയത്ത് അവർ എന്ത് ചെയ്തിരിക്കുകയാണ്? യെസ്, നല്ല വെയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ. ആ ദിവസം അവർ എന്ത് ചെയ്തു? നമ്മുടെ കടൽ തീരത്ത് പോയിരുന്നു. അപ്പൊ കടലിൽ നിന്നുള്ള നല്ല തണുത്ത കാറ്റ് എന്ത് ചെയ്യാണ്? അവർക്ക് അനുഭവപ്പെടുകയാണ് അല്ലെ. ദേ എൻജോയ്ഡ് ദ കോൾഡ് ബ്രീസ് ഫ്രം ദ സീ. അത്രയും പറഞ്ഞു വെച്ചു. ഇനി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈസ് ദർ എ ചാൻസ് ഫോർ ദ വിൻഡ് ടു ബ്ലോ ഫ്രം ദ സീ അറ്റ് നൈറ്റ് ഓൾസോ? രാത്രിയിലും ഇതേപോലെയുള്ള ഒരു തണുത്ത കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടോ? അവര് രാത്രിയാണ് ഇങ്ങനെ പോയിരിക്കുന്നതെങ്കിൽ രാത്രിയിൽ ഈ പറയുന്ന രീതിയിൽ കടലിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ തണുത്ത കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടോ? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വിശദീകരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, കടൽ കാറ്റും കരക്കാറ്റും അല്ലെ. നമ്മളുടെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. അത് എപ്പോ വീശുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഈ ക്വസ്റ്റ്യൻ വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം അല്ലെ. നമ്മുടെ സീ ബ്രീസ് അഥവാ കടൽ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കാറ്റാണ് അല്ലെ. കടൽ കാറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് വീശുന്നത് എപ്പോഴാണ്? ദാ സീ ബ്രീസ് ഇവിടെ ഉണ്ട്, സീ ബ്രീസ്. ഓക്കെ, അപ്പൊ കടൽ കാറ്റ് വീശുന്നത് എപ്പോഴാണ്? നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ കോഡ് ഉപയോഗിച്ച് പഠിക്കുക, പിന്നെ മറക്കില്ല അല്ലെ. കടൽ എപ്പോഴാണ്? പകലാണ്. കടൽ എപ്പോഴാണ്? പകൽ അല്ലെ, അതായത് ഡേ ടൈം. ഓക്കെ, അപ്പൊ മലയാളം മീഡിയത്തിലാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ മലയാളത്തിൽ കടല് പകൽ എന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ അല്ലെ, ആ പ്രാസം ഒപ്പിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ കടൽ കാറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? പകൽ സമയത്താണ് വീശുന്നത്. ഇനി ഇതേപോലെ നമ്മുടെ ലാൻഡ് ബ്രീസ്, അതായത് നമ്മുടെ എന്താണ് കരക്കാറ്റുണ്ട് അല്ലെ. കരക്കാറ്റ് രായിൽ തുടങ്ങുന്നത് എവിടെയാണ്? യെസ്, രാത്രിയാണ്. അപ്പൊ കരക്കാറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ് അഥവാ നൈറ്റിലാണ്. അപ്പൊ പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽ കാറ്റ് അഥവാ സീ ബ്രീസ്. അപ്പൊ അത് എവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് അറിയാൻ ആ പേരിൽ നിന്ന് അങ്ങ് തുടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ രാത്രിയിലാണെങ്കിലോ, രാത്രിയിലല്ലേ, നൈറ്റ് ആണ്. രാത്രിയില് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് എന്താ? യെസ്, നമ്മുടെ കരക്കാറ്റ്. രാത്രി എന്നുള്ളത് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ പകൽ സമയത്ത് പോയിരുന്നവർക്ക് കിട്ടുന്നത് പോലെയുള്ള അതേ തണുത്ത കാറ്റ്, കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന അതേ തണുത്ത കാറ്റ് രാത്രി സമയത്ത് പോയിരുന്നവർക്ക് കിട്ടുമെന്നാണ്. ഒരിക്കലും കിട്ടില്ല അല്ലെ. അതിന്റെ കാരണം നമുക്കറിയാം. എന്താണ്? യെസ്, നമ്മുടെ സൂര്യന്റെ ചൂടേൽക്കുന്നത് കരയിലും കടലിലും രണ്ട് രീതിയിലാണ്. നമ്മുടെ സാൻഡ്, നമ്മുടെ കര എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഫാസ്റ്റ് ആയിട്ട് ചൂട് പിടിക്കും. അതേപോലെ ക്വിക്കായിട്ട് തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? തണുക്കുകയും ചെയ്യും. ആള് ഭയങ്കര ഫാസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് ആരാണ്? വളരെ സ്ലോ മോഷനിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. വളരെ സ്ലോ ആയിട്ട് മാത്രം അത് എന്ത് ചെയ്യുന്നു? ചൂട് പിടിക്കുന്നു. അതുപോലെ സ്ലോ ആയിട്ട് മാത്രം അത് തണുക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഒറ്റ കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ മിസ് പറഞ്ഞ കോഡുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സീ ബ്രീസ്, നമ്മുടെ കടൽക്കാറ്റ് എങ്ങനെയാ ഉണ്ടാവുന്നത്? നമ്മൾ നോക്കുക, പകൽ സമയത്ത് അല്ലെ. പകൽ സമയത്ത് നമ്മളുടെ ഡേ ടൈമിലാണ്. ഡേ ടൈമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള കര അല്ലെ, അതായത് നമ്മുടെ എന്താണ് ലാൻഡ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ചൂട് പിടിക്കാൻ തുടങ്ങുന്നു അല്ലെ. അങ്ങനെ ചൂട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംവഹനം അല്ലെ, കൺവെക്ഷൻ ഒക്കെ പഠിച്ച ആളുകളാണ്. ചൂട് പിടിച്ച നമ്മുടെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? തന്മാത്രകൾ എന്ത് ചെയ്യും? വായു എന്ത് ചെയ്യാൻ തുടങ്ങും? മുകളിലേക്ക് പോകാൻ തുടങ്ങും അല്ലെ. അപ്പൊ അവിടെ ദാ കോട്ട് ഒഴിഞ്ഞു കിടക്കുന്നു. ആ കോട്ടിലേക്ക് ആര് വീശുന്നു? നമ്മുടെ കടലിന് മുകളിലുള്ള നല്ല തണുത്ത വായു അല്ലെ, അതായത് ചൂട് കുറഞ്ഞ വായു ആണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കരയിലേക്ക് വീശുന്നു. ഇതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കരക്കാറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. അപ്പൊ രാത്രി നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? രാത്രി അല്ലെ, നൈറ്റിൽ നമ്മൾ കടൽ തീരത്ത് പോയിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരക്കാറ്റേ ഉണ്ടാവുള്ളൂ. അവിടെ എന്തുണ്ടാവില്ല? കടൽക്കാറ്റ് ഉണ്ടാവില്ല. കാരണം കര പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? തണുത്തിട്ടുണ്ടാവും. കടൽ നിങ്ങൾ നോക്കിയോ, സ്ലോലി ഇങ്ങനെ ചൂടായി വന്നതേ ഉള്ളൂ. അപ്പൊ സൂര്യൻ ചേട്ടൻ പോയി കഴിഞ്ഞാലും കടൽ അപ്പോഴും എന്ത് ചെയ്തിരിക്കുകയായിരിക്കും? ചൂട് പിടിച്ചിരിക്കുകയായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ മുകളിലുള്ള നമ്മളുടെ വായു എന്ന് പറയുന്നത് എന്തായിരിക്കും?
വളരെ തണുത്ത വായു ആയിരിക്കുമോ? ഒരിക്കലും അല്ല, വളരെ ചൂട് പിടിച്ച വായു ആയിരിക്കും. അതിങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ആ ഗ്യാപ്പിലേക്ക് നമ്മുടെ കരയ്ക്ക് മുകളിലുള്ള തണുത്ത വായു അല്ലെ, കര പെട്ടെന്ന് തണുത്തിട്ടുണ്ടാവും. ആ വായു എന്ത് ചെയ്യുന്നു? കടലിലേക്ക് വീശുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കരക്കാറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്, ലാൻഡ് ബ്രീസ് എന്ന്. അതുകൊണ്ട് അത് എപ്പോഴാണ്? അത് രാത്രിയിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി. ഒരിക്കലും അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരുന്നില്ല. അതെന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, വിശദമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? എഴുതി വെച്ചേക്കുക. പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി. ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. കടല് പകലാണ്, കര എപ്പോഴാണ്? രാത്രിയാണ് അല്ലെ. ഇവിടുന്ന് എങ്ങോട്ടാണെന്നുള്ളത് സുഖമാണ്, ആ പേരിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം സിമ്പിൾ ആണ്. വിച്ച് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് കോസ് സച്ച് ബ്രീസ് അല്ലെ. ഇത്തരം കാറ്റുകൾക്ക് കാരണമായിട്ടുള്ളത് ഏത് പ്രതിഭാസമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്? നമ്മുടെ കൺവെക്ഷൻ ആണ് അല്ലെ. കൺവെക്ഷൻ അഥവാ എന്താണ്? സംവഹനമാണ്. സംവഹനം, യെസ്, സംവഹനം അഥവാ എന്താണ്? കൺവെക്ഷൻ. ഓക്കെ, അത് അവിടെ എഴുതിയാൽ അടുത്ത ക്വസ്റ്റ്യന്റെ ഉത്തരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് മിസ് ഇതാ ഇവിടെ തന്നെ ചെറുതാക്കി എഴുതാം, സംവഹനം. ഓക്കെ, സംവഹനം. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്മിഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തൗട്ട് എ മീഡിയം. യെസ്, ഇമ്പോർട്ടന്റ് ആണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം, നമ്മുടെ പേര് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ റേഡിയേഷൻ അല്ലെ, നമ്മുടെ വികിരണമാണ്. കാരണം ബാക്കി രണ്ടെണ്ണത്തിലും ഏതാ? ബാക്കി രണ്ടെണ്ണം, ഒന്ന് കണ്ടക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ, ചാലനം, ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അതുപോലെ രണ്ടാമത്തത് നമ്മുടെ കൺവെക്ഷൻ, സംവഹനം. അവിടെ രണ്ടിടത്തും മോളിക്യൂൾസ്, നമ്മുടെ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് അല്ലെ. എന്നാൽ റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം നടക്കാൻ അങ്ങനെ തന്മാത്രകളൊന്നുമില്ല. അതായത് ഇടയിൽ ആരുമില്ല. അതാണ് മീഡിയം ഇല്ലാതെ, മാധ്യമമില്ലാതെ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയേഷൻ അഥവാ വികിരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫിക്സ് എ ബലൂൺ അറ്റ് ദ മൗത്ത് ഓഫ് ആൻ ഓപ്പൺ ബോട്ടിൽ. ദിസ് ബോട്ടിൽ ഈസ് ഹെൽഡ് അപ്സൈഡ് ഡൗൺ ആൻഡ് ഹിസ് ഹീറ്റഡ്. ഓക്കെ, തുറന്ന കുപ്പിയുടെ വായ്ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ബലൂൺ ഉറപ്പിച്ച് നിർത്തുകയാണ്. ആ കുപ്പി തല കീഴായി പിടിച്ച് ചൂടാക്കുന്നു. അപ്പൊ ഈ ചോദ്യം വായിക്കുന്ന സമയത്ത് ആ തല കീഴായി പിടിച്ചതിന്റെ മുകളിൽ നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സ്പെരിമെന്റിൽ ഒബ്സർവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിമാൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ബലൂൺ എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കുറഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഒബ്സർവേഷനും അവിടെ എന്താവും? കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അത് തല കീഴായിട്ട് പിടിച്ച് ചൂടാക്കാൻ പറയുന്നത്. സോ അതിനെക്കുറിച്ച് ബോധേഡ് ആവരുത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ അത് പറയാൻ കാരണം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതാ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ബലൂൺ കുപ്പിയുടെ വായ്ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആ കുപ്പി ചൂടാക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ദ ബലൂൺ? ആ ബലൂണിന് എന്ത് സംഭവിക്കും? എന്താ സംഭവിച്ചിട്ടുണ്ടാവും? അതിന്റെ കാരണം എന്താണെന്നാ ചോദിച്ചത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്താണ്? എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? യെസ്, നമുക്കറിയാം അല്ലെ. ഇതാണ് സംഭവം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു രീതിയിൽ, ഈ ഒരു ചിത്രത്തിലൂടെ നിങ്ങൾ അത് നോക്കിയേ. ആ ബലൂൺ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇൻഫ്ലേറ്റഡ് ആവാൻ തുടങ്ങി അല്ലെ. ബലൂൺ വികസിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം എന്താണ്? നമുക്കറിയാം, നമ്മുടെ കുപ്പിക്കകത്ത് എന്തുണ്ട്? എയർ മോളിക്യൂൾസ് ഉണ്ട്, വായുവിന്റെ തന്മാത്രകളുണ്ട്. അപ്പൊ ചൂട് പിടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്യാസ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? ഹീറ്റ് ആവുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്? വികസിക്കാൻ തുടങ്ങുന്നുണ്ട്, എക്സ്പാൻഡ് ആവാൻ തുടങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾ നോക്കിയേ, ഇതിനകത്തുള്ള വായുവിന് ആ സ്ഥലം ഒന്നും പോരാ അല്ലെ. വികസിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ അതിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും? രക്ഷപ്പെടാനായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അവിടെ നമ്മൾ ആരെ ഘടിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ബലൂൺ നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വായു കുമിളകൾ, എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? എക്സ്പാൻഡഡ് ആയിട്ട് വികസിച്ചിട്ട് നമ്മുടെ ബലൂണിനകത്തേക്കൊക്കെ കയറി അതിനനുസരിച്ച് നമ്മുടെ ബലൂൺ എന്ത് ചെയ്യാൻ തുടങ്ങി? വീർത്ത് വരാനായിട്ട് തുടങ്ങി. ആ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഇതിന് പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് അല്ലെ. നമ്മൾ ചൂട് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ താപം കിട്ടുന്നതിനനുസരിച്ച് വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. ആ രീതിയിൽ നമുക്ക് ഈ കാരണവും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഉത്തരം എഴുതാം. ഓക്കെ, ക്ലിയർ? യെസ്, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. വൈ ആർ
എയർ ഹോൾസ് അല്ലെ വെന്റിലേറ്റർ മെയ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വാൾ ഇൻ ഹൗസ് അല്ലെ വീടുകളിൽ ചുമരിന്റെ മുകൾ വശത്ത് എയർ ഹോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തിനാണ്? ഇതിന്റെ ആൻസറും എന്തിൽ കൂടെ തന്നെ നമുക്ക് പറയാം. യെസ്, ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റ് അല്ലെ വാതകങ്ങൾ താപം സ്വീകരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം പറയാം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, നല്ല അടച്ചിട്ട ഒരു റൂം അല്ലെ, അവിടുത്തെ വായു, അവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ വായു തന്മാത്രകൾ അല്ലെങ്കിൽ എയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ചൂട് പിടിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും? വികസിക്കാൻ തുടങ്ങും. അങ്ങനെ വികസിക്കുന്നതിനനുസരിച്ച് ഇത് എന്ത് ചെയ്യും? യെസ്, ഇത് നമ്മൾ എയർ ഹോൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നത് നമുക്കറിയാം. കൺവെക്ഷൻ, സംവഹനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചൂട് പിടിച്ച ആളൊക്കെ മുകളിലേക്ക് പോകുന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ അവർ എന്ത് ചെയ്യും? നമ്മുടെ എയർ ഹോളിലൂടെ എസ്കേപ്പ് ആവുന്നുണ്ട്. അതുപോലെ നമ്മളെ തണുത്ത വായു നമ്മുടെ റൂമിലകത്തേക്ക് എന്ത് ചെയ്യുകയും ചെയ്യും? പ്രവേശിക്കുകയും ചെയ്യും അല്ലെ, ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു എയർ ഫ്ലോ അല്ലെ, വായു സഞ്ചാരം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എയർ ഹോൾസ് ഇങ്ങനെ മുകളിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രമേ ചൂട് പിടിച്ച ആൾ മുകളിലേക്ക് പോവുകയും അത് എസ്കേപ്പ് ആവുകയും അടുത്ത ഒരു സൈക്ലിക് പ്രോസസ്സോടെ തണുത്ത ആള് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ റൂമിലേക്ക് വരാനും അതുവഴി കൃത്യമായിട്ടുള്ള വായു സഞ്ചാരം എയർ ഫ്ലോ നമ്മുടെ റൂമിൽ ഉണ്ടാവാനും സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പൊ എല്ലാത്തിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആ ഒരു ഉള്ളിലുള്ള സയൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഗ്യാസസ് എക്സ്പാൻഡ് ഓൺ ഹീറ്റിംഗ് അല്ലെ, താപം സ്വീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ താപം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള 2 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോവുക. ആൻഡ് മക്കളെ ഓർമ്മയിലേക്ക് വേണ്ടി മിസ് ഇതാ നമ്മുടെ എൻ ബാച്ചിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ അവഞ്ചേഴ്സിൽ അല്ലെ, നമ്മുടെ ക്ലാസ് 7 സ്റ്റുഡൻസിനായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ അവഞ്ചേഴ്സിൽ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഫർ പ്രൈസ് ആണ് 999 രൂപയാണ്. അപ്പൊ ഈ നമ്പറിൽ വിളിച്ച് എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ആനുവൽ എക്സാമും അതുപോലെ നമ്മുടെ USS എക്സാം അല്ലെ, ധ്രുവ ബാച്ച് ഒക്കെ നമുക്കുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സൈലത്തിന്റെ ആപ്പിൽ പഠിച്ചു തുടങ്ങാം. അപ്പൊ നാളത്തെ എക്സാം എല്ലാവരും ഉഷാറായിട്ട് എഴുതുകടാ, നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് പോയിട്ട് എഴുതുക. അപ്പൊ ഇന്നത്തെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ സെറ്റാണ്, എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഉഷാറായിട്ട് എക്സാം എഴുതി വന്നിട്ട് അഭിപ്രായവും പറയാടാ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.